നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. മണക്കാട് ദേവിവിലാസം LP സ്കൂളിൽ സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കടപ്പാക്കട നിലയത്തിൻ്റെ നേതൃത്വത്തിൽ മണക്കാട് ദേവിവിലാസം LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കൃഷ്ണരാജ് PG, സൂര്യ S, അരുൺ രാജ് J, കേരള ഹോംഗാർഡ് സന്തോഷ് S എന്നിവർ ഗാർഹിക സുരക്ഷ, അഗ്നിസുരക്ഷ, പ്രഥമ ശുശ്രൂഷ, ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും നൽകി. മനസ്സിലായി. ഇനി ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ പലരുടെയും കൈ, ഇപ്പം എൻ്റെ ഇടത് കൈക്കായിരിക്കും ആരോഗ്യം, ചിലരുടെ വലത് കൈക്കായിരിക്കും കൂടുതൽ ആരോഗ്യം. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കൈയാണ് നമ്മുടെ പവർ ഹാൻഡ്. അന്നേരം എൻ്റെ വലത് കൈയാണ്. അന്നേരം എൻ്റെ പവർ ഹാൻഡ് ഞാൻ അടി വെക്കത്തക്ക രീതി, മനസ്സിലായോ? ഈ പവർ ഹാൻഡിൻ്റെ ഈ പോർഷൻ ഉണ്ട്, ഹീല്, ഈ ഭാഗം കറക്റ്റ് ആ എല്ലിൻ്റെ സെൻട്രൽ നമ്മളെ കണ്ടു വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ആ പവർ ഹാൻഡ് വരണം. ഇത് ഇവിടെ വെക്കുന്നു. എന്നിട്ട് മറ്റേ കൈയെടുത്തത് ഇതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യും. കണ്ടോ നിങ്ങൾ? എന്നുവെച്ചാൽ പവർ ഹാൻഡിൻ്റെ ഹീൽ പോർഷൻ, അതിൻ്റെ ഈ അടിഭാഗം കറക്റ്റായിട്ട് ആ ചെസ്റ്റിൻ്റെ കറക്റ്റ് നമ്മൾ എവിടെയാണോ ഹൃദയം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ട് മറ്റേ കൈ വെച്ചിട്ട് മുകളിൽ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് ശക്തിയായിട്ട് താഴോട്ട് പ്രസ് ചെയ്യുക. ഇങ്ങനെ, മനസ്സിലായോ? എന്തിനാ ഇത്? എന്ത് ചെയ്യുക? ഞാനിപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചോ, ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രവർത്തിക്കുന്നത്? ഹൃദയം എന്ത് ചെയ്യാൻ തുടങ്ങി? പമ്പ് ചെയ്യാൻ തുടങ്ങി. എന്താണ് പമ്പ് ചെയ്യുന്നത്? ബ്ലഡ്. ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്കറിയാം അതിനെപ്പറ്റി. ബ്ലഡ് പമ്പ് ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇതിനകത്താണ് ഇരിക്കുന്നത്, ഈ ബ്ലഡിലാണ്. ഈ ബ്ലഡാണ് അത് എല്ലാ ഭാഗത്തും എത്തിക്കുന്നത്. സ്വയമായിട്ട് നമ്മൾ ഹൃദയം പമ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് ബ്ലഡ് അങ്ങോട്ട് പോകാൻ തുടങ്ങും. പ്രധാനപ്പെട്ട ഭാഗങ്ങളിലോട്ടെല്ലാം പമ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ബ്രെയിനിലോട്ട് എന്തെത്തും? ഓക്സിജൻ എത്തും. അത് എത്ര തവണ ചെയ്യണം? പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പിന്നെ പറയാം. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റ് ആ മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നു. അങ്ങനെ 30 പ്രസ് ചെയ്യണം, മനസ്സിലായോ? ഇങ്ങനെ 1 2 3 4 5 6 7 8 അങ്ങനെ എത്ര സർക്കുലേറ്റ് ആയി. പക്ഷെ ഇയാളുടെ ശരീരത്തിൽ ഓക്സിജൻ ഉണ്ടോ? കാരണം ഇയാൾ മരിച്ചാണോ? ഇയാൾ ശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അതിന് ഇനി ഓക്സിജൻ ആര് കൊടുക്കണം? അത് ഞാൻ തന്നെ കൊടുക്കണ്ടേ? കാരണം ഞാനിപ്പോൾ നമ്മൾ നല്ലൊരു ദീർഘശ്വാസം എടുത്തിട്ട് ഇയാളുടെ മൂക്ക് അടച്ചു പിടിക്കും, മനസ്സിലായോ? ഇയാളുടെ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇയാളുടെ 4 5 ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യണം. നമ്മൾ അതിനെ കുട്ടിയെ പിടിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ പാരലായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചരിച്ചായിരിക്കും, മനസ്സിലായോ? പക്ഷെ ഒരു കാരണവശാലും കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് അവിടെ പോയാൽ ഇതിന്ന് വീഴുന്നത് ഇങ്ങനെ, മനസ്സിലായോ? അതേപോലെ ഇനി വായ എന്തായിരിക്കണം? ഓപ്പൺ ആയിരിക്കണം. അല്ല ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിട്ട് അടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? കാരണം ഇത് പുറത്തു പോകത്തില്ല. ഇത് ഇങ്ങനെ 2 വിരൽ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് ഈ ഷോൾഡർ ബ്ലേഡിൻ്റെ ഇടയിൽ 5 പ്രാവശ്യം സ്ലാപ്പ് ചെയ്യുക. എന്നിട്ട് നേരെ തിരിച്ച് വീണ്ടും ഈ കൈയിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് മുമ്പേ നമ്മളിൽ ആ CPR ചെയ്ത പോലെ 5 പ്രാവശ്യം ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. സിവിൽ ഡിഫൻസ് കടപ്പാക്കട നിലയം വാർഡൻ ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ദിവ്യ ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ വികസന സമിതി ചെയർമാൻ മണിലാൽ നന്ദി രേഖപ്പെടുത്തി. സിവിൽ ഡിഫൻസ് വാർഡന്മാരായ മുഹമ്മദ് സുഹൈൽ, നഹാസ് കൊരണ്ടിപ്പള്ളി, ബിന്ദു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഷംല S, അധ്യാപകരായ സുമിത്ര S, ശ്രീജയ S, സീമ S, നന്ദൻ A, സിംല നാസർ, രേഖ, രാഖി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കും ഏറെ പ്രയോജനപ്രദമായ പരിശീലന പരിപാടിയിൽ സുരക്ഷാ ബോധവൽക്കരണത്തോടൊപ്പം വിവിധ അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രായോഗികമായി പരിചയപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കൊല്ലം.